വാർത്തകളിലേക്ക് DMRCയുടെ ലൈറ്റ് മെട്രോ ഓഫീസുകൾ അടിയന്തരമായി അടച്ചുപൂട്ടാൻ ഡൽഹി കോർപ്പറേറ്റ് ഓഫീസിന്റെ അന്തിമ നിർദ്ദേശം. സംസ്ഥാനം ഒടുവിൽ കേന്ദ്രത്തിന് അയച്ച കത്തിലും DMRCയുടെ പങ്ക് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. അതൃപ്തി സർക്കാരിനെ അറിയിച്ചിട്ടും തീരുമാനമില്ലാത്ത സാഹചര്യത്തിലാണ് കോർപ്പറേറ്റ് ഓഫീസിന്റെ കർശന നിലപാട്. ഇതിന് വിശദാംശങ്ങൾ നൽകാൻ MR സജീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. സജീഷ്, കൊച്ചി മെട്രോ ആയാലും ലൈറ്റ് മെട്രോ ആയാലും DMRCയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം അത് അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണോ ഇതിനെയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക? ഈ സാഹചര്യത്തിലാണ് DMRC ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. സുരേഷ്, ഇതിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് ലൈറ്റ് മെട്രോ പദ്ധതി വൈകുന്നതിൽ DMRCയുടെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഇടപെടലാണ്. ദില്ലിയിലെ കോർപ്പറേറ്റ് ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെടുകയാണ്. തിരുവനന്തപുരം, കോഴിക്കോട് ഓഫീസുകൾ അടിയന്തരമായി അടച്ചുപൂട്ടുന്നുള്ളൊരു നിർദ്ദേശമാണ് DMRCയുടെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിൽ തുടരാനാകില്ല. പെട്ടെന്ന് തന്നെ ഓഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിനും ആവശ്യപ്പെട്ടുള്ള അറിയിപ്പാണ് DMRCയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നും തിരുവനന്തപുരം, കോഴിക്കോട് ഓഫീസുകളിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും DMRCക്ക് അതൃപ്തി. സംസ്ഥാനം ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തിന് അയച്ച കത്തിലും DMRCയുടെ റോൾ വ്യക്തമാക്കുന്നില്ല. DMRCയെ കൺസൾട്ടൻ്റായി കാണിക്കുന്നുമില്ല. DMRCയുടെ പേര് പോലും പരാമർശിക്കാതെയാണ് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ ഫണ്ടിൽ നിലവിൽ വ്യക്തതയില്ല. കേന്ദ്രം എത്രത്തോളം ഫണ്ട് എടുക്കണം, സംസ്ഥാനത്തിൻ്റെ ഫണ്ടിൻ്റെ കാര്യം, എത്ര തുക ലോൺ തുടങ്ങിയ ഫണ്ടിൻ്റെ കാര്യത്തിലും വ്യക്തതയില്ല. ഈ രണ്ട് കാര്യങ്ങളിലാണ് DMRCക്ക് അതൃപ്തി. ഒരു വർഷത്തോളമായി DPR സമർപ്പിച്ചിട്ട് 6778 കോടി ആകെ ചെലവ് പ്രതീക്ഷിക്കുന്ന രണ്ട് പദ്ധതികൾക്കായിരുന്നു DPR സമർപ്പിച്ചിരുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനം 20%, കേന്ദ്രം 20%, ബാക്കി തുക ലോൺ എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള വ്യക്തതയുമില്ല. ആ സാഹചര്യത്തിൽ ഇനി ഈ രീതിയിൽ തുടരാനാകില്ല. തിരുവനന്തപുരം, കോഴിക്കോട് ഓഫീസുകൾ ലീസിനെടുത്താണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ തുടർന്നിട്ട് കാര്യമില്ല. ഏറ്റവും ഒടുവിലെ മന്ത്രിസഭാ തീരുമാനത്തിൽ പോലും DMRCയുടെ പങ്ക് വ്യക്തമാക്കാത്തതാണ് DMRCയുടെ കോർപ്പറേറ്റ് ഓഫീസിനെയും ചൊടിപ്പിച്ചതെന്നും വ്യക്തമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിന് അയച്ച കത്ത് DMRC പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് DMRCക്ക് ഒരു തരത്തിലുള്ള റോളും സംസ്ഥാനത്തിൻ്റെ കത്തിൽ പറയുന്നില്ല. ആ സാഹചര്യത്തിൽ പിന്മാറാം എന്ന നിലപാടിലേക്കാണ് DMRC നീങ്ങുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം 25-ാം തീയതിയോടുകൂടി ഉണ്ടാകും. നിലവിൽ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നിർദ്ദേശമാണ് കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ ഓഫീസുകൾ അടച്ചുപൂട്ടുക, ഒപ്പം തിരുവനന്തപുരത്ത്, കോഴിക്കോട് ഒരു മേൽപ്പാലത്തിൻ്റെ പണി, റെയിൽവേ ട്രാക്കിന് മുകളിലൂടെയുള്ള മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക എന്ന നിർദ്ദേശമാണ് കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നും തിരുവനന്തപുരം, കോഴിക്കോട് ഓഫീസുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. സുരേഷ്, സജീഷ്, അതോടൊപ്പം തന്നെ ലൈറ്റ് മെട്രോ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം എല്ലാ വാഗ്ദാനങ്ങളും DMRCക്ക് നൽകിയിരുന്നതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ നീക്കത്തെ വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി യാതൊരു തരത്തിലുള്ള ഫണ്ടുകൾ കൊടുക്കുന്നില്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് വേണ്ടി വായിച്ചെടുക്കാൻ? സുരേഷ്, നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് DMRC അധികൃതർ കഴിഞ്ഞ തിങ്കളാഴ്ച കേരള ട്രാൻസിറ്റ് കോർപ്പറേഷൻ MD ഷെയ്ഖ് പരീദിനെ കണ്ടിരുന്നു. DMRCക്ക് ഈ നിലയിൽ തുടരാനാകില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിനെയും അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ലൈറ്റ് മെട്രോയിൽ നിന്നുള്ള പിന്മാറ്റത്തിലേക്ക് DMRC നീങ്ങുന്നത്. അക്കാര്യത്തിൽ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഇടപെടലും നിർണായകമാവുകയാണ്. കോർപ്പറേറ്റ് ഓഫീസ് അന്തിമ നിർദ്ദേശം എന്ന നിലയിലാണ് ഇപ്പോൾ DMRCയുടെ സംസ്ഥാനത്തെ ഓഫീസുകളിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും ഓഫീസുകൾ തൽക്കാലം അടച്ചുപൂട്ടാനാണ്. സുരേഷ്, വ്യക്തമാണ്. DMRCയുടെ ലൈറ്റ് മെട്രോ ഓഫീസുകൾ അടിയന്തരമായി അടച്ചുപൂട്ടാൻ ഡൽഹി കോർപ്പറേറ്റ് ഓഫീസിന്റെ അന്തിമ നിർദ്ദേശം. സംസ്ഥാനം ഒടുവിൽ കേന്ദ്രത്തിന് അയച്ച കത്തിലും DMRCയുടെ പങ്ക് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അതൃപ്തി സർക്കാരിനെ അറിയിച്ചിട്ടും തീരുമാനമില്ലാത്ത സാഹചര്യത്തിലാണ് കോർപ്പറേറ്റ് ഓഫീസിന്റെ കർശന നിലപാട്. ഇതിന്റെ വിശദാംശങ്ങളാണ് MR സജീഷ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാരിന് വീണ്ടും തിരിച്ചടി. ബ്ലോക്ക് പഞ്ചായത്ത് വിഭജനത്തിലെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് AV രാമകൃഷ്ണനാണ് ഉത്തരവ്. വിവരങ്ങളുമായി സാലി ചേരുകയാണ്. സാലി, കൂടുതൽ വിവരങ്ങൾ. സുരേഷ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പുനർവിഭജനം കോടതി റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുനർവിഭജനവും തുടർ നടപടികൾ നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പുനർവിഭജന വിജ്ഞാപനം പരസ്യപ്പെടുത്തിയിട്ടില്ല,
വില്ലേജുകൾ രൂപീകരിച്ചിട്ടുള്ള വിജ്ഞാപനവും ഇറക്കിയിട്ടില്ല. നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് 3-നാണ് ആ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഇത് നിയമപരമല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് 12 ഹർജികളാണ് കോടതികൾ പരിഗണിച്ചത്. പ്രധാനമായിട്ടും കോഴിക്കോട് ബ്ലോക്ക് വിഭജിച്ച് ചേളന്നൂർ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തുകൾ രൂപീകരിച്ചതിനെതിരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹർജി ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ 11 മറ്റ് ഹർജികളും കോടതി പരിഗണിച്ചു. ഇതിലെല്ലാം പ്രാഥമിക വാദമാണ് കോടതി കേട്ടത്. സാമ്പത്തികം, ജനസംഖ്യ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം തുടങ്ങി വിവിധ കാര്യങ്ങൾ പഠിക്കാതെയും രാഷ്ട്രീയ പ്രേരിതവുമായാണ് വിഭജനം എന്നായിരുന്നു ഈ ഹർജികളിലേക്ക് ആരോപണം. ഇതെല്ലാം പരിഗണിച്ച കോടതി താൽക്കാലത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സുരേഷ്, സർക്കാരിന് വീണ്ടും തിരിച്ചടി. ബ്ലോക്ക് പഞ്ചായത്ത് വിഭജനത്തിലെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ജസ്റ്റിസ് എ വി രാമകൃഷ്ണനാണ് ഈ ഉത്തരവ്. ഇതിന്റെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രാജധാനി ഹോട്ടൽ പൊളിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഓപ്പറേഷൻ ആനന്ദയുടെ ഭാഗമായിട്ടാണ് ഇത്. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം തലസ്ഥാനത്തെ വെള്ളക്കെട്ട് തടയാൻ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ അനന്തയുടെ നടപടിയനുസരിച്ചാണ് ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രാജധാനി ഹോട്ടലിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പത്മതീർത്ഥക്കുളവുമായി ബന്ധപ്പെടുത്തുന്ന തെക്കേക്കര കനാൽ കടന്നുപോകുന്നത് രാജധാനി ഹോട്ടലിന്റെയും ബിജു രമേശിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കെട്ടിടത്തിന്റെയും അടിഭാഗത്തു കൂടിയാണെന്ന് റവന്യൂ വിഭാഗം കണ്ടെത്തി. ഇതിനെ തുടർന്ന് കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടുവെങ്കിലും കളക്ടറുടെ നടപടിക്കെതിരെ ബിജു രമേശ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭൂമി കയ്യേറിയിട്ടില്ലെന്നും നടപടികൾ തങ്ങളുടെ സാന്നിധ്യത്തിൽ ബോധ്യപ്പെടുത്തണമെന്നുമുള്ള ബിജു രമേശിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. പിന്നീട് ബിജുവിന്റെ അഭിഭാഷകർ ഉൾപ്പെട്ട സംഘവും റവന്യൂ ഉദ്യോഗസ്ഥ സംഘവും സംയുക്തമായി രേഖകൾ പരിശോധിച്ച് തെക്കേക്കര കനാൽ കയ്യേറ്റം സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ഇതനുസരിച്ചാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമായ VR വിനോദ് കെട്ടിടം പൊളിക്കണമെന്ന് കാട്ടി ഉത്തരവിട്ടിരിക്കുന്നത്. 15 ദിവസത്തിനകം കനാലിന് മുകളിലുള്ള നിർമ്മാണം പൊളിച്ചു നീക്കണമെന്നും അല്ലാത്തപക്ഷം ജില്ലാ ഭരണകൂടം പൊളിച്ചു മാറ്റുമെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച തന്നോടുള്ള പകപോക്കലാണ് ഇതിനു പിന്നിലെന്ന് ബിജു രമേശ് പറയുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പലരെയും സെക്രട്ടേറിയറ്റ് വിളിച്ചിരുത്തിക്കൊണ്ട് ഈ പല റിപ്പോർട്ടുകളും ഇപ്പോൾ വില്ലേജ് ഓഫീസറായിക്കോട്ടെ, തഹസീൽദാരായിക്കോട്ടെ, അവരെയൊക്കെ തന്നെ സെക്രട്ടേറിയറ്റ് വിളിച്ചിരുത്തിക്കൊണ്ട് എനിക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിക്കൊണ്ട് എൻ്റെ ഒരു കെട്ടിടം പൊളിച്ചെങ്കിലും മാത്രമേ മാണി സാറിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ എന്നൊരവസ്ഥയിലേക്കാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഞാനൊരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് രീതിയിൽ ക്രൂശിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ബാക്കിയുള്ളവർ എൻ്റെ കൂടെ നിന്നവർ സത്യം പറയാൻ ഒഴിഞ്ഞു മാറിയതിൻ്റെ ഇതും ഇവരിൽ നിന്നും ഭയന്നതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴാണ് കൂടുതൽ ആകുന്നത്. ഇവർ ഏത് മാർഗവും ഏത് ഹീനമായ പ്രവൃത്തികളും അധികാരത്തിൻ്റെ ഇതിൽ പ്രയോഗിക്കും എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയതല്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി അറിയിച്ചു. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുവദിക്കാൻ 2011 തന്നെ തീരുമാനിച്ചതാണെന്നും സർക്കാർ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി. അതേസമയം ബാർ ലൈസൻസ് അനുവദിക്കുന്നതിന് യോഗ്യതയുള്ള ഹോട്ടലുകൾ തീരുമാനിക്കാൻ സംസ്ഥാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ എന്നും സുപ്രീംകോടതി ചോദിച്ചു. വാദം അടുത്ത ചൊവ്വാഴ്ചയും തുടരും. 6 ദിവസം ബാർ ഉടമകൾ നടത്തിയ വാദത്തിനിടെ കേരളത്തിനെതിരെ സുപ്രീംകോടതി നടത്തിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി വാദമാണ് സംസ്ഥാനം നടത്തിയത്. മദ്യനയം രൂപപ്പെടുത്തിയത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിലൂടെയാണെന്ന് വരുത്തി തീർക്കാനുള്ള വാദങ്ങൾ കേരളത്തിനു വേണ്ടി ഹാജരായ കപിൽ സിബൽ നടത്തി. ഒറ്റ രാത്രി കൊണ്ട് രൂപപ്പെടുത്തിയതല്ല മദ്യനയം. 2011 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുവദിക്കാനുള്ള നയം തീരുമാനിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ബാർ ലൈസൻസ് അനുവദിച്ചതിൽ വിവേചനം കാണിച്ചുവെന്ന് ബാർ ഉടമകൾ വാദിച്ചു. ഇതിനുള്ള മറുപടിയായി കേരളം ചൂണ്ടിക്കാണിച്ചത് 4 സ്റ്റാർ 5 സ്റ്റാർ വിഭാഗങ്ങൾ ഒന്നാണെന്ന ചട്ടം ഒരിടത്തുമില്ല. അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുവദിച്ചത് 4 സ്റ്റാറുകാരോടുള്ള വിവേചനമെന്ന് പറയാനാകില്ല. ബാർ ലൈസൻസ് അനുവദിക്കുന്നതിന് യോഗ്യതയുള്ള ഹോട്ടലുകൾ തീരുമാനിക്കാൻ സംസ്ഥാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ എന്നും സുപ്രീംകോടതി സംശയമുന്നയിച്ചു. നയത്തിലൂടെ സർക്കാർ എന്താണോ ലക്ഷ്യമിടുന്നത് അത് ചട്ടങ്ങളിലും കാണേണ്ടതല്ലേ എന്നും സുപ്രീംകോടതി ചോദിച്ചു. കേസിൽ ചൊവ്വാഴ്ചയും സംസ്ഥാന സർക്കാരിന്റെ വാദം തുടരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. KM മാണിയും PC ജോർജും പങ്കെടുത്ത യോഗത്തിൽ കയ്യാങ്കളി. PC ജോർജും ആന്റോ ആന്റണിയും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പാലാ തിടനാട്ടിൽ നടന്ന യോഗത്തിൽ റബ്ബർ വിലയിടിവിന് പിന്നിൽ മാണിയെന്ന് ജോർജ് പ്രസംഗിച്ചതിനെ തുടർന്നാണ് കയ്യാങ്കളി. പാലായ്ക്കടുത്ത് തിടനാടിലാണ് സംഭവം. മന്ത്രിമാരായ KM മാണി, PJ ജോസഫ് എന്നിവർ വേദിയിലിരിക്കെയാണ് അനുയായികൾ സദസ്സിലും നേതാക്കൾ വേദിയിലും ഏറ്റുമുട്ടിയത്. ജലനിധി പദ്ധതിയുടെ ഉദ്ഘാടനവും കുടുംബശ്രീയുടെ വാർഷികവുമായിരുന്നു പരിപാടി. PC ജോർജ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിയിലാണ് അനിഷ്ട സംഭവങ്ങളുടെ തുടക്കം.
റബ്ബർ വിലയിടിവ് വിഷയത്തിൽ KM മാണിയെ കുറ്റപ്പെടുത്തി PC ജോർജ് സംസാരിച്ചതോടെ മാണി അനുകൂലികൾ പ്രകോപിതരാവുകയായിരുന്നു. വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC ജോർജിനെ തടയാൻ ശ്രമിച്ചു. പിന്നാലെ മാണി വിഭാഗക്കാരായ മറ്റ് നേതാക്കൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മിയുടെ നേതൃത്വത്തിൽ PC ജോർജിന്റെ സമീപത്തേക്ക് നീങ്ങി. ഇതിനിടെ പ്രസംഗപീഠവും മൈക്കും ചിലർ തകർത്തെറിഞ്ഞു. ഇതിനിടെ അനുയായികൾ PC ജോർജിന് പിന്തുണയുമായി എത്തിയതോടെ സംഘർഷം രൂക്ഷമായി. PC ജോർജിന്റെ PA ബെന്നിയെ മാണി അനുകൂലികൾ വേദിയിൽ നിന്ന് എടുത്തെറിഞ്ഞു. ഇതോടെ സംഘർഷം രൂക്ഷമായി. നേതാക്കൾ വേദിയിലും അനുയായികൾ സദസ്സിലുമായി പൊരിഞ്ഞ തല്ലു നടന്നു. ഇതിനിടെ PC ജോർജ് MLAയും ആന്റോ ആന്റണി MPയും തമ്മിൽ വേദിയിൽ ഉന്തും തള്ളുമുണ്ടായി. വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാർ വിഷയത്തിൽ ഇടപെട്ടതേയില്ല. സ്ഥലത്തുണ്ടായിരുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് രംഗം ശാന്തമാക്കാനോ നിയന്ത്രണ വിധേയമാക്കാനോ കഴിഞ്ഞതുമില്ല. ഒടുവിൽ പാലാ, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. പിന്നീട് തങ്ങളുടെ ഭാഗം വിശദീകരിച്ചും ന്യായീകരിച്ചും ഇരുവിഭാഗവും രംഗത്തെത്തി. KM മാണി വിഭാഗത്തിനും PC ജോർജിനും ശക്തമായ സ്വാധീനമുള്ള പ്രദേശത്ത് ഏറെ നാളായി സംഘർഷം നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുട്ടിക്കടത്തിൽ CBI അന്വേഷണം തുടരാമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും CBIക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേരളത്തിലെ കുട്ടിക്കടത്ത് ഗൗരവമേറിയ പ്രശ്നമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പരിഗണനാ വിഷയങ്ങൾ മാറ്റി. 2005 മുമ്പുള്ള സിവിൽ അപ്പീലുകളായിരിക്കും ഇനി പരിഗണിക്കുക. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് മാറ്റത്തിനു പിന്നിൽ. മറ്റു ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങളിലും മാറ്റമുണ്ട്. ക്രിമിനൽ മിസ്സലേനിയസ് വിഭാഗത്തിൽപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ചിന്റെ ചുമതലയായിരുന്നു ഇതുവരെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്. 2005 മുമ്പുള്ള സിവിൽ അപ്പീലുകൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്കാണ് അദ്ദേഹത്തിന് ചുമതല മാറ്റം ലഭിച്ചത്. മറ്റു ജഡ്ജിമാരുടെയും പരിഗണനാ വിഷയങ്ങൾ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പോലീസിനെതിരായ ഹർജികൾ, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തുടങ്ങിയവ പരിഗണിക്കുന്ന ബെഞ്ചാണ് ക്രിമിനൽ പലവക. ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ഇതിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെതിരെ കോടതി നിശിത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇനി അത്തരം ഹർജികളുടെ ചുമതല ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനാവില്ല. ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങൾ മാറ്റിയ നടപടി സാധാരണ ഹൈക്കോടതി നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണെന്നാണ് വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ നീക്കം ഭൂമാഫിയയെ സഹായിക്കാനെന്നും കോടിയേരി വ്യക്തമാക്കി. കോടതി അംഗീകരിച്ച 28 മുനിസിപ്പാലിറ്റികളിൽ പുതിയ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. നഗരകാര്യ സെക്രട്ടറിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കമ്മീഷന് കത്തയച്ചത്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കത്തയച്ചത്. പുതുതായി രൂപീകരിച്ച 32 നഗരസഭകളിൽ 28 ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു. ഈ നഗരസഭകളിലെ വാർഡ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സർക്കാർ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 68 പഞ്ചായത്തുകളുടെ രൂപവൽക്കരണം റദ്ദാക്കിയ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുമായിരുന്നു സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ അധികാരം നൽകിയത് സർക്കാരിനും മുസ്ലിം ലീഗിനും തിരിച്ചടിയായ സാഹചര്യത്തിലാണ് പുതിയ നീക്കവുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് വ്യക്തം. പഞ്ചായത്തുകളെ പുതിയ 28 നഗരസഭകളാക്കി മാറ്റിയ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു. നിയമപ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഈ മുനിസിപ്പാലിറ്റികളിൽ വാർഡ് വിഭജനവും മറ്റും ആവശ്യമെങ്കിൽ തുടരാം. ഇതിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ച് 30 ദിവസത്തിനകം നടപടി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് സജ്ജമാകാം. എന്നാൽ മുമ്പ് പഞ്ചായത്തായിരിക്കെ ഉൾപ്പെട്ടിരുന്ന ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വാർഡുകളുടെ പുനർവിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുക എന്നത് തീർത്തും അസാധ്യമാണെന്ന് കമ്മീഷൻ തന്നെ വിലയിരുത്തുന്നു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാകും അന്തിമ തീരുമാനം. 2010 നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താനാവില്ലെന്ന് കമ്മീഷൻ നേരത്തെ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മീഷന്റെ തീരുമാനം എന്തായാലും കോടതി ഉത്തരവുള്ളതിനാൽ അത് സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശമ്പള കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള സർക്കാർ തീരുമാനം ഉപേക്ഷിക്കുക, നിയമനം ഉറപ്പായവരിൽ നിന്നും 1000 രൂപ ഈടാക്കാനുള്ള PSC തീരുമാനം ഉപേക്ഷിക്കുക, നിയമന നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐയും PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും സംയുക്തമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. യുവജന വിരുദ്ധ നയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ശക്തമായി നേരിടുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടന്ന മാർച്ചിന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി.
3G മൊബൈൽ വേൾഡിന്റെ 3 ഷോറൂമുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയ്ക്കൽ, മലപ്പുറം, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലാണ് പുതിയ ഷോറൂമുകൾ. ചലച്ചിത്ര നടി അമല പോൾ ഷോറൂമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ മലബാറിൽ 3G വേൾഡിന് 32 ഷോറൂമുകളായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് മൊബൈൽ ഫോൺ കമ്പനികൾ നൽകുന്ന ഓഫറുകൾക്ക് പുറമെ 3Gയുടെ പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിട്ടുണ്ട്.